35 വയസ്സ് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള സമയം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ട് നിൽക്കേണ്ട സമയവും ഇതാണ്. എന്നാൽ ഒരുപാട് സ്വപ്നങ്ങളുമായി 35 വയസ്സ് കഴിഞ്ഞുള്ള ഒരു വ്യക്തി ഉറങ്ങാൻ കിടക്കും. പക്ഷേ രാവിലെ എണീക്കുമ്പോൾ അവനെ കാത്തിരിക്കുന്നത് ക്ഷീണിച്ച മുഖവും അതുപോലെ ക്ഷീണിച്ച ശരീരം മുഴുവൻ വേദനകളുമായിട്ടാണ് അവൻ രാവിലെ എണീക്കുന്നത് എന്നുള്ളതാണ് സത്യം. നടുവിന് വേദന തുടങ്ങുന്ന സമയം നല്ലപോലെ ഒന്നും നടക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് അണയ്ക്കുന്നു. സ്റ്റെപ്പ് കയറുമ്പോൾ പെട്ടെന്ന് കിതയ്ക്കുന്നു. അതുപോലെ കാലിന്റെ മുട്ടൊന്ന് നോക്കുമ്പോൾ ടക്ക് 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 എന്ന് ഡോറ് തുറക്കുന്ന ശബ്ദവും കേട്ടു തുടങ്ങുന്നു. ഇതൊക്കെ 35-ാമത്തെ വയസ്സിലും 40-ാമത്തെ വയസ്സിലും നമ്മുടെ ബോഡി തരുന്ന ഒരു വാർണിംഗ് സൈൻ ആണ്. നിങ്ങളുടെ ബോഡി സർവീസ് ചെയ്യാൻ സമയമായി എന്നത്. ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായി പറഞ്ഞാൽ മൂവ് യുവർ ബോഡി. കാരണം ഹ്യൂമൻ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത് എപ്പോഴും മൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ദിവസവും നിങ്ങൾക്ക് ചെറിയ ബോഡി പെയിൻ അല്ലെങ്കിൽ നീ പെയിൻ ഉണ്ടെങ്കിലും 20 മുതൽ 30 മിനിറ്റ് വരെയെങ്കിലും മിനിമം നടക്കുക. ചെറിയ വേദന ഉണ്ടെന്ന് കരുതി നിങ്ങൾ നടക്കാതിരുന്നാൽ നിങ്ങളുടെ ആ വേദന കൂടിക്കൂടി വരികയുള്ളെന്ന് നിങ്ങൾ മറക്കരുത്. നോ വാക്കിംഗ് മീൻസ് മോർ പെയിൻ. ചെറിയ എക്സസൈസുകൾ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഉദാഹരണത്തിന് വോൾ പുഷ്, അതുപോലെ ചെയർ സ്ക്വാട്ട്. ഇതൊക്കെ നിങ്ങൾക്കിനി ജിമ്മിൽ പോകാൻ സമയമില്ലെങ്കിലും ഈ പറഞ്ഞ എക്സസൈസുകളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ബോഡിയുടെ ബേസിക് മൂവ്മെന്റ്സിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉള്ളതല്ല. ഇനി നിങ്ങൾ ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പേടിയാണെന്നുണ്ടെങ്കിൽ വെറും 8,000 രൂപ മുതൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കും ലൈവ് സെക്ഷൻസ് അവൈലബിൾ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊരു 35-40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ അത്യാവശ്യം ഫുഡ് കഴിക്കുന്ന ആളാണെങ്കിൽ ഡെയിലി 2 മീലായാലും കഴിച്ചാൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻ എല്ലാ മീൽസിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതാകുമ്പോൾ വിശപ്പ് കൺട്രോൾ ചെയ്യാനും പറ്റും, നിങ്ങളുടെ ബോഡി വെയിറ്റ് അത്യാവശ്യം കൺട്രോൾ ചെയ്ത് നിർത്താനും പറ്റും. സോ ഓൺലൈൻ ട്രെയിനിങ്ങിൽ താല്പര്യമുള്ള DM ചെയ്യാൻ മറക്കരുത്.